വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇന്നത്തെ ദിവസവും തുടങ്ങുകയാണ്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിയാണ്. അജയൻ ഇവിടെ എന്താ ചെയ്യുന്നത്? പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദോശയ്ക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറിയാണ് അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തിന് ഞാൻ ചായ ഇടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്, 3 പേരും കൂടി ഒരുമിച്ച് അടുക്കളയിൽ കയറും. നക്ഷത്രവാവയുടെ സീറ്റാണത്, അവൾക്ക് അവിടെ ഇരിക്കാനാണ് ഇഷ്ടം. അവൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. അവളുടെ രാവിലത്തെ കുട്ടിക്കുറുമ്പുകളും കാര്യങ്ങളും തമാശകളും ഒക്കെ ആയിട്ടിങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചായ പൊതുവേ നമ്മൾ പാൽ ചായ കുടിക്കാറില്ല, കട്ടൻ ചായ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇടുക്കിയിലെ സ്പെഷ്യൽ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കട്ടൻ ചായ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നക്ഷത്രം അവിടെ ഇരുന്ന് എന്തൊക്കെയോ കുരുത്തക്കേടുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജയൻ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ നമ്മളെ സറൗണ്ട് ചെയ്ത് ഇങ്ങനെ എപ്പോഴും കൂടെ ഉണ്ടാവും, ഓരോ കാര്യത്തിനും നമ്മുടെ അടുത്തുണ്ടാവും. അത് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് എപ്പോഴും നല്ലൊരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ 2 ഗ്ലാസ് ചായയേ ഉള്ളൂ എന്ന് ചോദിക്കും. നക്ഷത്രവാവ രാവിലെ കട്ടൻ ചായ കുടിക്കാറില്ല. അവൾ പല്ല് തേരൊക്കെ കഴിഞ്ഞ് 1 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഞങ്ങൾക്ക് സ്ഥിരമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ക്രിയേറ്റീവ് ആണെന്നൊന്നും ആർക്കും തോന്നണ്ട. ഞങ്ങളെല്ലാ ദിവസവും ഇതുപോലെയാണ്. ചായ കുടിക്കുന്ന സമയത്താണെങ്കിലും ചായ കൊണ്ട് കൊടുക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ കൊച്ചു വർത്താനം പറഞ്ഞ് അടുക്കളയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഉമ്മോടുപ്പുള്ളതാണ്. ഒരാൾക്ക് ഉമ്മ കൊടുത്തിട്ട് മറ്റൊരാൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിനൊരു വിഷമം. അതുകൊണ്ട് എല്ലാവർക്കും മാറി മാറി ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നക്ഷത്രവാവയ്ക്ക് രാവിലെ ഇച്ചിരി ചോക്കോസൊക്കെ എടുത്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അവളതവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിന് ഞാൻ ദോശ ചുടുകയാണ്. ദോശ നമ്മുടെ നോർമൽ അരിദോശയും ചെറുപയർ ദോശ ഉണ്ടാക്കാറുണ്ട്, ചില ദിവസം മില്ലറ്റ് ദോശ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ വെറൈറ്റി ദോശകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഞാൻ കുറച്ച് നെയ്യും കൂടെയൊക്കെ ഒഴിച്ചിട്ടാണ് അവൾക്ക് വേണ്ടിയിട്ട് ഉള്ള ദോശ റെഡിയാക്കുന്നത്. അജയൻ ഇവിടെ എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ കൂടുതലും പരദൂഷണമായിരിക്കും കേട്ടോ പറയുന്നത്. കാരണം നമ്മുടെ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഭയങ്കര സങ്കടങ്ങൾ വരും, വിഷമങ്ങൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ പരദൂഷണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രാവിലെ എടുത്തിടുകയാണെങ്കിൽ അതൊരു ഭയങ്കര എൻജോയ്മെൻ്റാണ്. പിന്നെ നമ്മളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും പരദൂഷണങ്ങളാണ് പറയാറുള്ളത് അടുക്കളയിൽ നിന്നുകൊണ്ട്. പിന്നെ ഒത്തിരി കാര്യങ്ങളും പറയാനുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ പറയാറുള്ളത് മറ്റുള്ളവരുടെ കാര്യങ്ങളാണ്. അപ്പോൾ നെയ്യ് ഒഴിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ദോശക്കല്ലെടുത്തൊന്ന് തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതും ഈ കല്ലിൽ തന്നെയാണ്. അതിന് ഞങ്ങൾ ദൊപ്പം എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് അജയേട്ടൻ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിനകത്ത് പരിപ്പിട്ടിട്ടുണ്ട്. ഇനി അത് ഒന്നിച്ചിരി വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്കും ഞങ്ങൾ 100 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം, സാമ്പാറിൻ്റെ കാര്യം. അപ്പോൾ അതൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കാണ് ഓർത്തത് സാമ്പാറിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അത് കുക്കറെടുത്ത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഒരിച്ചിരി നിലക്കടല ഒന്ന് വറുത്ത്, ഒരു പച്ചമുളക് 2 പച്ചമുളകും കൂടി ചേർത്ത് വറുത്തിട്ട് കടല ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതുപോലെയുള്ള സ്പെഷ്യൽ ചമ്മന്തികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ചമ്മന്തികളുടെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണേ. കോവയ്ക്ക ചമ്മന്തി ഒക്കെ നമ്മൾ ഉണ്ടാക്കുക, അതൊക്കെ തേങ്ങ ഇല്ലാതെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് ചമ്മന്തി വെറൈറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്ത് അതിലേക്ക് നമ്മൾ കടുകും ഒക്കെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. സാമ്പാറും റെഡിയായിട്ടുണ്ട്. ഞങ്ങൾ നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. ഒരു മേശയുണ്ട്, ഡൈനിങ് ടേബിളായിട്ട് അത് യൂസ് ചെയ്യാറില്ല. കൂടുതലും എഴുത്തുകുത്ത് കാര്യങ്ങളൊക്കെയാണ് ആ ടേബിളിലിരുന്നിട്ട് ചെയ്യുക. ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു വൈബെന്ന് പറയുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരം കൂടുതൽ വീടുകളിലും കണ്ടിട്ടുള്ളതുപോലെ TV കണ്ടുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ 3 പേരേ ഉള്ളെങ്കിലും ഇനി ഫാമിലി ആരെങ്കിലും വീട്ടിൽ വന്നാൽ തന്നെയും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ പായൊക്കെ ഇട്ടിരുന്ന് വട്ടത്തിലിരുന്നൊക്കെ ഭക്ഷണം കഴിക്കും. ആ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സംസാരിക്കാൻ പറ്റും. അപ്പോഴാണ് നക്ഷത്രമോളുടെ കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസൊക്കെ ഇറങ്ങുന്ന സമയമാണത്.
അവൾക്ക് പിന്നെ ഒത്തിരി നിർബന്ധമുള്ളൊരു കാര്യമാണ് ദോശയുടെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ഉരുളക്കിഴങ്ങ് വേണം. അത് വലിയൊരു നിർബന്ധമാണ്. അപ്പനും മോൾക്കും ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഉരുളക്കിഴങ്ങില്ലാത്തൊരു പരിപാടി ഞങ്ങളുടെ ജീവിതത്തിലില്ല. അപ്പോൾ അങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ തന്നെ നിർബന്ധപൂർവ്വം ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കാര്യമാണ്. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവാത്തത് തന്നെയാണ്.